ആലപ്പുഴ കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയെ രക്ഷാപ്രവർത്തനത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പരാതിക്കാരുടെ വൈദ്യപരിശോധന നടത്തി. കായംകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു വൈദ്യപരിശോധന. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. സംഭവത്തിൽ പ്രതിയായ വ്യാപാരി വ്യവസായ നേതാവ് ഇപ്പോഴും ഒളിവിലാണ്. ലൈംഗികാതിക്രമണത്തിനിരയായ യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം ഇന്ന് കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തിച്ച വൈദ്യപരിശോധന നടത്തിയത്. യുവതിയുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം പ്രതി സിനിൽ സബാദ ഇപ്പോഴും ഒളിവിലാണ്. ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. ഇക്കഴിഞ്ഞ 3-നാണ് തീർത്ഥാടനത്തിന് പോയി മടങ്ങിവരവേ യുവതി സഞ്ചരിച്ചിരുന്ന വാഹനം കായംകുളത്ത് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ലൈംഗികമായി അതിക്രമിച്ചു എന്നാണ് പരാതി. ലൈംഗികമായി ആക്രമിച്ച സിനിൽ സബാദിനെതിരെ പോലീസിൽ പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും എടുത്തിരുന്നില്ല. തുടർന്നാണ് യുവതി ആരോപണവുമായി രംഗത്തെത്തിയത്. സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് കണ്ടെത്തൽ. പരാതി നൽകിയിട്ടും മൊഴി രേഖപ്പെടുത്താനോ മറ്റു നടപടികളിലേക്ക് കടക്കുവാനോ പോലീസ് ശ്രമിച്ചിരുന്നില്ല. സംഭവം വിവാദമായതോടെയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനും വൈദ്യപരിശോധനയ്ക്കും പോലീസ് തയ്യാറായത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.